നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഷാജിമോൻ ബാംഗ്ലൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാധാരമായി സങ്കീർത്തനങ്ങൾ 12:1 വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദ് രാജാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. യഹോവേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഈ കാലഘട്ടത്തിലും ഇത് ഏറ്റവും ശരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവഭയം, ഫിയർ ഓഫ് ഗോഡ് എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവഭയം എന്ന വിഷയം വളരെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒന്നാണ്. വിവിധമായ അർത്ഥങ്ങൾ ഈ പദത്തിനുണ്ട്. ആശങ്ക, ഭീതി, ഭയം, പേടി, സംഭ്രാന്തമായ അവസ്ഥ എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. ശരിയായ അർത്ഥം ദൈവത്തോട് ഭക്തി കാണിക്കുക എന്നതാണ്. ഇംഗ്ലീഷിൽ റെവറൻസ് അഥവാ ഹൈ റെസ്പെക്ട് എന്ന് പറയാം. ബഹുമാനം, ആദരം, ഭയഭക്തി എന്നീ അർത്ഥങ്ങളാണ് ഇതിനുള്ളത്. എബ്രായ ഭാഷയിൽ 2 വാക്കുകളാണ് ഭയം എന്ന വാക്കിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഇറ, അർത്ഥം റെവറൻസ്, ബഹുമാനം. രണ്ടാമതായി പാഹദ് എന്ന് പറഞ്ഞാൽ ഭയാനകമായ, ഉത്കണ്ഠാകുലമായ ഭയം, പേടി എന്ന അർത്ഥങ്ങളാണ്. എന്നാൽ ഗ്രീക്കിൽ 3 വാക്കുകൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഫോബോസ്. ഫഹദ് എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം തന്നെയാണ് ഈ പദത്തിനുള്ളത്. ഭയാനകമായ, ഉത്കണ്ഠാകുലമായ ഭയം, പേടി മുതലായവയാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ പദം ഡീലിയ, ഫ്രൈറ്റ്, പെട്ടെന്നുണ്ടാകുന്ന ഭയം, ഞെട്ടൽ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. മൂന്നാമതായി ഔലൂബിയ, റെവറൻസ്, അതിന് ദൈവഭയം, ഗോഡ്ലി ഫിയർ എന്ന് കാണുന്നു. എബ്രായ ലേഖനം 12:28 ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. എന്തുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തെ സേവിക്കണം? അതിൻ്റെ അർത്ഥം അവിടെ തന്നെയുണ്ട്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. എന്താണ് ദൈവഭയം? വാട്ട് ഈസ് ഫിയർ ഓഫ് ഗോഡ്? വേദപണ്ഡിതനായ സ്കോഫീൽഡ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവഭയം ദുഷ്ടതയെ വെറുക്കുകയും ബഹുമാനാദരവോടെ ദൈവത്തെ ആശ്രയിക്കുന്നതുമാണ്. ദൈവഭയം പരമ്പരാഗതമായി ലഭിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവരുടെ മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം അത് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും, അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. അതെ, ദൈവത്തെ ഭയപ്പെടുവാൻ മക്കളെ പഠിപ്പിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ് ദൈവഭയം ഉളവാകേണ്ടത്. ദൈവം സ്നേഹവാനാണ്, കരുണയുള്ളവനാണ്, കൃപാലുവാണ്, മനസ്സലിവുള്ളവനാണ് എന്ന് നാം വളരെ വ്യക്തമായിട്ട് കാണുന്നു. അപ്പോൾ തന്നെ ഞാൻ ഒരു വസ്തുത പറയട്ടെ. ദൈവം പാപത്തിന്റെ നേരെ കണ്ണടയ്ക്കാതെ, യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പാപത്തെ ശിക്ഷിക്കുന്നവനുമാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതായി, നമ്മുടെ ദൈവം ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവമാണ്. കാരണം നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ? ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടലിൽ കൂടെ വഴി നടത്തിയ ദൈവത്തെക്കുറിച്ച് മോശയും ഇസ്രായേൽ ജനവും പറഞ്ഞ വാക്കുകളാണ് ഇത്. ഈ ദൈവത്തെ പോലെ
മറ്റൊരു ദൈവമുണ്ടോ? ഒരിക്കലുമില്ല. ഈ ദൈവം ഭയപ്പെടുവാൻ യോഗ്യൻ തന്നെയാണ്. 76-ാം സങ്കീർത്തനത്തിൽ ഈ ദൈവത്തെക്കുറിച്ച് ആസാഫ് പറഞ്ഞിരിക്കുന്നത് കൂടെ ശ്രദ്ധിക്കുക. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബിന്റെ ദൈവമേ, നിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാഠനിദ്രയിൽ വീണു. നീ ഭയങ്കരനാകുന്നു. നീ ഒന്ന് കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കാകുന്നവൻ ആർ? സ്വർഗത്തിൽ നിന്ന് വിധി കേൾപ്പിച്ചു. ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ടു അമർന്നിരുന്നു. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം എത്ര വലിയവനാണ്! ഈ ദൈവത്തെ എങ്ങനെ ഭയപ്പെടാതിരിക്കുവാൻ കഴിയും? 89-ാം സങ്കീർത്തനം 7-ാം വാക്യം. ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനും ആകുന്നു. വിശദീകരണത്തിന് ആവശ്യമില്ലല്ലോ. ഈ ദൈവത്തെ ഭയപ്പെട്ട്, ഈ ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച്, ഈ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന ദൈവജനം ഈ ഭൂമിയിൽ ദൈവഭക്തിയോടുകൂടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ദൈവഭയത്തോടു കൂടെയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ധന്യകരമായി തീരും. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഓരോ ദിവസവും ദൈവഭയത്തിലും ഭക്തിയിലും ദൈവത്തെ സേവിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ മാതൃകയായി ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.